നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ റിലേഷണൽ ആൽജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസ്. നമ്മുടെ സിലബസ് പ്രകാരം നമുക്ക് നമ്മുടെ RDBMSനകത്ത് റിലേഷണൽ ആൽജിബ്ര ആൻഡ് ഓപ്പറേഷൻസും അതേപോലെ റിലേഷണൽ കാൽക്കുലസും പഠിക്കാനുണ്ട്. സോ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം കേട്ടോ ജസ്റ്റ്. സോ ഫസ്റ്റ് റിലേഷണൽ ആൽജിബ്ര എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. റിലേഷണൽ ആൽജിബ്ര എന്ന് പറയുന്നത് എന്താണ്? അതൊരു പ്രൊസീജിയർ ലാംഗ്വേജ് ആണ്. അതിനകത്ത് ഒരുപാട് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം എന്താണ് റിലേഷണൽ ആൽജിബ്ര അതേപോലെ റിലേഷണൽ കാൽക്കുലസ് എന്താണെന്ന് നോക്കാം. ബോത്ത് റിലേഷണൽ ആൽജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസ് ആർ ദ ഫോർമൽ ക്വറി ലാംഗ്വേജസ്. രണ്ടും ക്വറി ലാംഗ്വേജസ് ആണ്, എങ്കിൽ കൂടെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു റിലേഷണൽ ആൽജിബ്ര ആകുമ്പോൾ അതൊരു പ്രൊസീജിയറൽ ലാംഗ്വേജ് ആണ്, പക്ഷേ നമ്മുടെ റിലേഷണൽ കാൽക്കുലസ് ഇസ് നോട്ട് എ പ്രൊസീജിയറൽ ലാംഗ്വേജ്. സോ ഫസ്റ്റ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മുടെ റിലേഷണൽ ആൽജിബ്ര ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഷോർട്ടാക്കി പറയാം. റിലേഷണൽ ആൽജിബ്ര ഈസ് എ പ്രൊസീജിയർ ലാംഗ്വേജ്. ഇൻ റിലേഷണൽ ആൽജിബ്ര ദ ഓർഡർ ഈസ് സ്പെസിഫൈഡ് ഇൻ വിച്ച് ദ ഓപ്പറേഷൻസ് ഹാവ് ടു ബി പെർഫോംഡ്. അതായത് ആ ഓപ്പറേഷനകത്ത് എന്ത് ഓർഡറിലാണത് പെർഫോം ചെയ്യുന്നതെന്നൊക്കെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഇൻ റിലേഷണൽ ആൽജിബ്ര ഫ്രെയിം വർക്ക്സ് ആർ ക്രിയേറ്റഡ് ടു ഇംപ്ലിമെൻറ്റ് ദ ക്വറീസ്. അതായത് ഇതിനകത്ത് ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ക്വറീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. ദ ബേസിക് ഓപ്പറേഷൻസ് ഇൻക്ലൂഡ് ഇൻ റിലേഷണൽ ആൽജിബ്ര ആർ സെലക്ട്, പ്രൊജക്റ്റ്, യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്, റീനെയിം. അപ്പോൾ ഇത്രയും ഓപ്പറേഷൻസൊക്കെ നമ്മളന്ന് ഡിസ്കസ് ചെയ്താണ്. എനിക്ക് തോന്നുന്നു റീനെയിം വേണമെങ്കിൽ നമ്മളന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവില്ല, പകരം വേറെ തോന്നുന്നു ജോയിനാണ് തോന്നുന്നു അല്ലേ. ജോയിനും ഇതിനകത്ത് പെടും. അതേപോലെ റീനെയിം പല ഓപ്പറേഷൻസും ഉണ്ട്. സോ റീനെയിം പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്, ഒരു ടേബിളിൻ്റെ നെയിം മാറ്റിയിട്ട് വേറൊരു പേര് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ആ റീനെയിമിൻ്റെ ആ സീനിലുണ്ടല്ലോ എന്താ പി പോലെ ഇരിക്കുന്ന ആ സിമ്പൽ അതിടും. എന്നിട്ട് ടേബിൾ നെയിം, ഫസ്റ്റ് ടേബിൾ നെയിം എന്തായിരുന്നു കൊടുക്കും. പിന്നെ എന്താണ് നമ്മളിനി റീനെയിം ചെയ്യാൻ പോകുന്നത് അതും കൊടുക്കും ബ്രാക്കറ്റിനകത്ത്. അത്രയേ ഉള്ളൂ റീനെയിമിൻ്റെ അകത്തുള്ള ഓപ്പറേഷൻ. ജസ്റ്റ് നമ്മൾ ടേബിൾ റീനെയിം ചെയ്യുക, റിലേഷൻ റീനെയിം ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ റീനെയിമിൻ്റെ അകത്ത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെലക്ട് എന്ന് ഡിസ്കസ് ചെയ്താണ്, പ്രൊജക്റ്റ് ഡിസ്കസ് ചെയ്താണ്, അതേപോലെ യൂണിയൻ, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ പോയി ഒന്ന് വാച്ച് ചെയ്യുക കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ഇത്രയും ഓപ്പറേഷൻസ് റിലേഷണൽ ആൽജിബ്രക്കകത്തുള്ള ഇത്രയും ഓപ്പറേഷൻസൊക്കെ എന്തായിരുന്നു? പ്രൊസീജിയറൽ ലാംഗ്വേജ് ആയിരുന്നു. മാത്രമല്ല ഇതിനകത്തൊക്കെ നമ്മൾ എങ്ങനെയാണ് റിസൾട്ടിലേക്ക് എത്തിയത് എന്നുകൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൊജക്ഷൻ ചെയ്യുന്നത്, അതേപോലെ യൂണിയൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് യൂണിയൻ ചെയ്യുന്നത്, അതേപോലെ സെറ്റ് ഡിഫറൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അതായത് എങ്ങനെയാണ് R-S ആണെങ്കിൽ ആറിനകത്തുണ്ടാവും, എസ്സിനകത്തുണ്ടാവില്ല. അങ്ങനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്, ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഓരോന്നും സ്പെസിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുന്നത്. പക്ഷേ നമ്മളുടെ റിലേഷണൽ കാൽക്കുലസിനകത്ത് അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. കാരണം അതിനകത്ത് വാട്ട് ദ റിസൾട്ട് എന്നേ നോക്കുന്നുള്ളൂ, അല്ലാതെ ഹൗ ഇറ്റ് ഗെറ്റ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല റിലേഷണൽ കാൽക്കുലസിനകത്ത്. അതാണ് അത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞത്. റിലേഷണൽ കാൽക്കുലസ് ഈസ് ദ ഫോർമൽ ക്വറി ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു രണ്ടും ഫോർമൽ ക്വറി ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിക്ലറേറ്റീവ് ലാംഗ്വേജ്. ഇതിനെ റിലേഷണൽ കാൽക്കുലസിനെ നമുക്ക് ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് എന്നുകൂടെ പറയാം. സോറി കേട്ടോ, കോളേജിൽ വെച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോരുത്തർ വന്ന് ഡോറ് തുറക്കും. നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിൽ നിന്നാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ സോറി, അതിൻ്റെ ഇടയിൽ നിന്ന് സ്റ്റെക്കായിപ്പോയി. എവിടെത്തി? ഓക്കെ, എവിടെത്തി നമ്മൾ പറഞ്ഞിട്ട് റിലേഷണൽ കാൽക്കുലസും ഒന്നുകൂടെ പറയാട്ടോ. കാരണം ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു സാറ് വന്നപ്പോഴേ അവിടെ സംസാരിക്കാൻ പോയി പോസൊക്കെ ഇരുന്നു. എങ്കിൽ കൂടെ നോക്കാം. റിലേഷണൽ കാൽക്കുലസ് ഈസ് ദ ഫോർമൽ ക്വറി ലാംഗ്വേജ്. നമ്മൾ പറഞ്ഞു റിലേഷണൽ കാൽക്കുലസും ഒരു ഫോർമൽ ക്വറി ലാംഗ്വേജ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഡിക്ലറേറ്റീവ് ലാംഗ്വേജ്. അതിനെ നമുക്ക് എന്ത് പറയാം? ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് എന്നും പറയാം. ഈ ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് എന്നൊക്കെ ചോദിച്ചിട്ട് ചിലപ്പോൾ വൺ വേർഡ് എന്നൊക്കെ ചോദിക്കട്ടോ. റിലേഷണൽ കാൽക്കുലസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ് അങ്ങനെയൊക്കെ ചോദിക്കാം. ഇൻ റിലേഷണൽ കാൽക്കുലസ് ദ ഓർഡർ ഇസ് നോട്ട് സ്പെസിഫൈഡ് ഇൻ വിച്ച് ദ ഓപ്പറേഷൻ ഹാവ് ടു ബി പെർഫോംഡ്. അതായത് നമ്മൾ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അതിനകത്ത് ഏത് ഓർഡറിലാണ് അതേപോലെ എങ്ങനെയാണെന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. നമ്മൾ ആ കറക്റ്റ് റിസൾട്ടാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. റിലേഷണൽ കാൽക്കുലസ് മീൻസ് വാട്ട് റിസൾട്ട് വി ഹാവ് ടു ഒബ്റ്റെയിൻ. റിലേഷണൽ കാൽക്കുലസിന് എന്താ വെച്ചാൽ എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്ന് മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. റിലേഷണൽ കാൽക്കുലസ് ഹാസ് രണ്ട് വേരിയേഷൻസ് ഉണ്ട് നമ്മുടെ റിലേഷണൽ കാൽക്കുലസിനകത്ത്. ഒന്നെന്താണ്? ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ്, അതായത് TRC. പിന്നൊന്ന് ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ്, DRC. ഈ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പേര് തന്നെ, ടപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റോ അല്ലേ. നമ്മൾ ടപ്പിൾ എന്ന് പറഞ്ഞ റോക്കല്ലേ. അപ്പോൾ റോ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാൽക്കുലസിന്, അതായത് ഇത്തരം ഓപ്പറേഷൻസിന് നമ്മൾ ടപ്പിൾ റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയും. അതിനകത്തുള്ള ഡൊമെയിൻസിനെ അല്ലെങ്കിൽ വാല്യൂസിനെ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാക്കുന്ന കാൽക്കുലസിനെ നമ്മൾ എന്ത് പറയും? ഡൊമെയിൻ റിലേഷണൽ കാൽക്കുലസ്. അതായത് ഒന്ന് റോയും മറ്റൊന്ന് അതിൻ്റെ കോളംസ് അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ വാല്യൂസ് അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഡൊമെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ
കോളത്തിനകത്തുള്ള പെർട്ടിക്കുലർ വാല്യൂസിനെയാണ് നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. റിലേഷണൽ കാൽക്കുലസ് ഈസ് ഡിനോട്ടഡ് ആസ് ഒരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ടി ഇട്ടിട്ടുണ്ട്, പിന്നെന്താണ് ഒരു സ്ലാഷ് ഇട്ടിട്ടുണ്ട്, പിന്നെ പി ഓഫ് ടി ഇട്ടിട്ടുണ്ട്. അതായത് ഇതിനകത്ത് ഇങ്ങനെയാണ് നമ്മൾ റിലേഷണൽ കാൽക്കുലസ് ഡിനോട്ട് ചെയ്യുക. ഒരു ടി എന്ന് പറഞ്ഞാൽ എന്താണ്, സെറ്റ് ഓഫ് ടപ്പിൾസ്. ഏത് ടപ്പിൾസാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, അത് ട്രൂ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ടപ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് വേറെ ഉണ്ട് കേട്ടോ, അതായത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ തരും. ജസ്റ്റ് രണ്ടും കൂടെ ഡിഫറൻസ് കാണാനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്? റിലേഷണൽ ആൽജിബ്ര ആൻഡ് റിലേഷണൽ കാൽക്കുലസിലുള്ള ഡിഫറൻസാണ് നമ്മളിനി പറയാൻ പോകുന്നത്. റിലേഷണൽ ആൽജിബ്ര നമ്മൾ പറഞ്ഞു ഈസ് എ പ്രൊസീജിയർ ലാംഗ്വേജ് ആണ്. റിലേഷണൽ കാൽക്കുലസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഡിക്ലറേറ്റീവ് ലാംഗ്വേജ് ഓർ നോൺ പ്രൊസീജിയറൽ ലാംഗ്വേജ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? റിലേഷണൽ ആൽജിബ്ര മീൻസ് ഹൗ ടു ഒബ്റ്റെയിൻ ദ റിസൾട്ട്. നമ്മൾ എങ്ങനെയാണ് റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യുന്നതും കൂടെ മീൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ആൽജിബ്രേൻ്റെ കേസ് വരുമ്പോൾ. പക്ഷേ റിലേഷണൽ കാൽക്കുലസിനകത്ത് മീൻസ് വാട്ട് റിസൾട്ട് വി ഹാവ് ടു ഒബ്റ്റെയിൻ, എന്ത് റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് എന്നേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇൻ റിലേഷണൽ ആൽജിബ്ര ദ ഓർഡർ ഈസ് സ്പെസിഫൈഡ് ഇൻ വിച്ച് ദ ഓപ്പറേഷൻസ് ഹാവ് ടു ബി പെർഫോംഡ്. അതായത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നതിൻ്റെ ഓർഡറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ റിലേഷണൽ ആൽജിബ്ര. കാരണം അത് എങ്ങനെ കിട്ടി എന്നുള്ളത് കൂടെ നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു മാത്സിൽ തന്നെ ഇപ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മൾ മാത്സിലൊക്കെ പ്രോഗ്രാം ചെയ്യണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട കേസുകളൊക്കെ ആകുമ്പോൾ എന്തായി, ആ സ്റ്റെപ്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ അതല്ല, നമുക്ക് കറക്റ്റ് ആൻസർ മാത്രം മതിയെങ്കിൽ എങ്ങനെ കിട്ടിയെന്നല്ലല്ലോ, കറക്റ്റ് ആൻസർ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യുള്ളൂ. വൈൽ ഇൻ റിലേഷണൽ കാൽക്കുലസ് ദ ഓർഡർ ഇസ് നോട്ട് സ്പെസിഫൈഡ്. റിലേഷണൽ കാൽക്കുലസിൻ്റെ കേസിൽ ഓർഡർ സ്പെസിഫൈ ചെയ്യുന്നില്ല. റിലേഷണൽ ആൽജിബ്ര ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ ഡൊമെയിൻ. റിലേഷണൽ ആൽജിബ്ര ഡൊമെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ പറഞ്ഞല്ലോ അതിനകത്ത് ഏതൊക്കെയാണ് വാല്യൂസ് അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതായത് നമ്മളെന്താ ചെയ്യുന്നത്, ഇപ്പോൾ സെലക്ഷൻ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ന റോസ് ഇന്ന ക്വാളിറ്റീസുള്ള, അപ്പോൾ സാലറി ഇത്രയാണെങ്കിൽ ഇത്ര ആളുകളെ സെലക്ട് ചെയ്യുക, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഡൊമെയിൻസിനെ വെച്ചിട്ട് ഒന്നും ചെയ്യുന്നില്ല. അതായത് അതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ വെച്ചിട്ടൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും എന്തില്ല റിലേഷണൽ ആൽജിബ്രയിൽ ചെയ്യുന്നില്ല. പക്ഷേ റിലേഷണൽ കാൽക്കുലസ് നമ്മൾ ഡൊമെയിൻ ഡിപ്പെൻഡൻ്റ് ആയിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ഡൊമെയിൻ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ, ഒന്ന് ടപ്പിൾ ഡിപ്പെൻഡൻ്റ് ഉണ്ട്, പിന്നെ ഒന്ന് ഡൊമെയിൻ ഡിപ്പെൻഡൻ്റ് ഉണ്ട്. പിന്നെ റിലേഷണൽ ആൽജിബ്ര ഈസ് നിയറർ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. റിലേഷണൽ ആൽജിബ്ര എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ തന്നെയാണ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ തന്നെയാണ്. പക്ഷേ റിലേഷണൽ കാൽക്കുലസ് ഇസ് നോട്ട് നിയർ ടു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. നമ്മുടെ റിലേഷണൽ കാൽക്കുലസിൻ്റെ കേസ് വരുമ്പോൾ അതങ്ങനെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മോഡലല്ല, കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നോൺ പ്രൊസീജിയറൽ ടൈപ്പ് ലാംഗ്വേജാണ് നമ്മുടെ റിലേഷണൽ കാൽക്കുലസ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് റിലേഷണൽ കാൽക്കുലസിൻ്റെ എക്സ്പ്ലനേഷനാണ്. നെക്സ്റ്റ് ഇനി അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് തന്നതാണ്. എക്സാമിന് അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാമല്ലോ എന്ന് കരുതിയിട്ട്. ഓക്കെ, താങ്ക് യു.